إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, നമ്മെ ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അത്തരത്തിലുള്ള മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയുണ്ടായി: ഇന്ന ഔലാദകും ഹിബത്തുല്ലാഹി ലക്കും യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. നിങ്ങളുടെ മക്കൾ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹമാണ്, അവൻ്റെ ഔദാര്യമാണ്. ആ മക്കളുടെ കൂട്ടത്തിൽ ആണുങ്ങളുണ്ടാകും, പെണ്ണുങ്ങളുണ്ടാകും. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആണിനെയും ഉദ്ദേശിക്കുന്നവർക്ക് പെണ്ണിനെയും അവൻ ഔദാര്യമായി നൽകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഈ ഹദീസിൽ നമ്മൾ കേട്ടത്. ഈ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, അവരോടുള്ള കടമകൾ എന്താണ്, ബാധ്യതകൾ എന്താണ് എന്ന് ഖുർആനും ഹദീസും സലഫു സ്വാലികളുടെ ആസാറുകളുമെല്ലാം ചരിത്രങ്ങളുമെല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മക്കൾക്ക് നല്ല പേരിടുക എന്നുള്ളത്. കുഞ്ഞുങ്ങൾക്ക് നല്ല പേര് വിളിക്കുന്നത്, അർത്ഥമുള്ള പേരുകൾ വിളിക്കുന്നത്, അത് അവരുടെ സ്വഭാവത്തെയും ആ പേരിൻ്റെ അർത്ഥവും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ആശയവുമൊക്കെ അവൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്നതായിക്കൊണ്ട് പലപ്പോഴും തജ്രിബയുടെ അടിസ്ഥാനത്തിലൊക്കെ പറയപ്പെടാറുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല പേരിടുക എന്നുള്ളത് മാതാപിതാക്കളുടെ നിർബന്ധ ബാധ്യതയാണ് എന്നുള്ളത്. പേരിടുക എന്നുള്ളത് ഏറ്റവും വിശുദ്ധ ഖുർആനും ഹദീസുമൊക്കെ അല്ലെങ്കിൽ ദീനിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്ന നല്ല നല്ല പേരുകൾ ഏറ്റവും ചെറിയ ലഘുവായൊരു കർമ്മമാണ്. പലപ്പോഴും ഈ പേരിൻ്റെ വിഷയത്തിൽ ഒരു കുഞ്ഞ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിൽ പിറന്നതിൻ്റെ പേരിൽ ഒരു സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൻ്റെ പേരിൽ വാപ്പട്ട പേര് ഉമ്മക്ക് പറ്റൂല, ഉമ്മട്ടത് വാപ്പക്ക് പറ്റൂല, അത് പിണക്കിനും കുടുംബ കലഹത്തിന് വരെ കാരണമാകുന്നു. അല്ലെങ്കിൽ വല്യാപ്പ നിർദ്ദേശിച്ചത്
വല്യപ്പ നിർദ്ദേശിച്ചത് മരുമകൾക്ക് പ്രസവിച്ച പെണ്ണിന് പറ്റില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. ഒരു പേരിടാൻ, ഒരു കുഞ്ഞുണ്ടാകാൻ കൂടിപ്പോയാൽ 7 മാസമോ 8 മാസമോ 9 മാസമോ ആ ഒരു മാസക്കണക്കുണ്ട്, നമുക്കറിയാം. പക്ഷേ 3 കൊല്ലമായിട്ടും പേരിട്ടിട്ടില്ല. പേരിടാൻ 3-4 വർഷമായിട്ട് കുട്ടിക്ക് പേരുണ്ട്, അടി തീർന്നിട്ടില്ല എന്നർത്ഥം. എത്ര ഒരു മോശമാണ്. പണ്ഡിതന്മാരോടും അതേപോലെ തന്നെ അറബി ഭാഷയിൽ കഴിവുള്ളവരോടൊക്കെ ചോദിക്കണം. എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നു. എന്നിട്ട് അവർക്ക് 10-20 പേരുകൾ അയച്ചു കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയണം. ഇത്ര സങ്കീർണമാക്കുന്ന ഒരു സമുദായമായി പലപ്പോഴും ചില ആളുകളെങ്കിലും മാറിയിട്ടുണ്ട്. ഇസ്ലാം ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ആയത്ത്, ആ ഹദീസിനെ അതേപോലെ തന്നെ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ വിവരിക്കുന്ന ഒരു ആയത്തും സൂറത്ത് ശുഅറാഇൻ്റെ 49-50 ആയത്തുകളിൽ അള്ളാഹു പറയുകയുണ്ടായി. അള്ളാഹു പറഞ്ഞു, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ് ആകാശഭൂമികളുടെ അധികാരം. യഖ്ലുഖു മാ യശാ, അള്ളാഹു ഉദ്ദേശിച്ചത് പ്രകാരം അവൻ സൃഷ്ടിപ്പ് നടത്തും. യഹബു ലിമൻ യശാഉ ഇനാഥ, യഖ്ലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാഥ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പെൺകുഞ്ഞുങ്ങളെ നൽകും. വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുഞ്ഞുങ്ങളെ നൽകും. ഔ അല്ലെങ്കിൽ യുസവ്വിജുക്കും ദുക്റാനൻ വ ഇനാസൻ, ചില മാതാപിതാക്കൾക്ക്, ദമ്പതികൾക്ക് അവൻ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ഇടകലർത്തി നൽകും. വയജഅലു മൻ യശാഉ അഖീമ ഇന്നഹു അലീമുൻ ഖദീർ, ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളില്ലാത്തവരായിക്കൊണ്ടും പരീക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു അലീമാണ്, ഖദീറാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇപ്പം മക്കളുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് ഈ ആയത്ത് പറഞ്ഞു എന്ന് മാത്രം. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുഞ്ഞുങ്ങളെ നൽകുന്നു. അവർക്ക് ആൺകുഞ്ഞുങ്ങൾ മാത്രം. 3, 4, 5 കുട്ടികളൊക്കെ ഉണ്ടായിട്ടും ഒരു പെൺകുഞ്ഞുണ്ടാകാൻ അവർ ഏറെ ആഗ്രഹിക്കുന്നു. പക്ഷെ ആൺകുഞ്ഞുങ്ങളെയാണ് അവർ നൽകുന്നത്. അതിന് അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്. അതേപോലെ തന്നെ നേരെ മറിച്ചും ചില ആളുകൾക്ക് പെൺകുഞ്ഞുങ്ങൾ മാത്രമാണ്. 3, 4, 5, 6, 7 ഒക്കെ പ്രസവിച്ചിട്ടും പെൺകുഞ്ഞുങ്ങൾ മാത്രമാണ്. ഒരു ആൺകുഞ്ഞുണ്ടാകാൻ ഏറെ ആഗ്രഹമുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്ത് ആ മാതാപിതാക്കളിൽ എങ്ങനെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആൺകുഞ്ഞുണ്ടായിട്ടില്ല. ഉണ്ടായത് തന്നെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്, ഇവിടെ പെൺകുഞ്ഞുങ്ങൾ മാത്രം പ്രസവിക്കുന്നു. അതിൻ്റെ കുറ്റം മുഴുവൻ സ്ത്രീക്കാണ്. സ്ത്രീയാണ് ഇതിന് കാരണക്കാരി. അവൾ ഭർത്താവിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങുന്നു. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും കുറ്റപ്പെടുത്തലുകളും പഴിവാക്കുകളും മോശമാക്കുന്ന വർത്തമാനങ്ങളും പ്രയാസപ്പെടുത്തലും കുത്തുവാക്കുകളും പെണ്ണ് ഏറെ ഏൽക്കുന്നു. യഥാർത്ഥത്തിൽ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് പുരുഷ ബീജമാണ്. ശാസ്ത്രം പറയുന്നത് എക്സ് ക്രോമസോമും അതേപോലെ തന്നെ വൈ ക്രോമസോമും കൂടി ചേർന്നാലാണ് ആൺകുഞ്ഞ് ജനിക്കുന്നത്. അത് എക്സും ആണെങ്കിൽ പെൺകുഞ്ഞാണ്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ അണ്ടം എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഒരു പെണ്ണിൻ്റെ അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നത് എക്സ് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിൻ്റെ അണ്ടത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത് എക്സിനെ മാത്രമാണ്. പുരുഷൻ്റെ ബീജത്തിൽ നിന്നോ എക്സും വൈയും ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ പെണ്ണിൻ്റെ എക്സ്, പെണ്ണിന് അത് മാത്രമേ കഴിയുള്ളൂ. പെണ്ണിൻ്റെ എക്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്ന, പുരുഷ ബീജം ഉൽപ്പാദിപ്പിക്കുന്ന വൈയുമായി വൈയാണ് ഉൽപ്പാദിപ്പിച്ച് വൈയുമായി കൂടിച്ചേർന്നാൽ അത് ആൺകുട്ടിയാവും. നേരെ മറിച്ച് ആണ് എക്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്ന എക്സുമായി കൂടിച്ചേർന്നെങ്കിൽ അത് പെൺകുട്ടിയാവും. അപ്പം ആണിനാണ് അവൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ അവൻ്റെ ക്രോമസോമിലൂടെയാണ് ആണും പെണ്ണും തീരുമാനിക്കുന്നത്. പൂർണ്ണമായ ഉത്തരവാദിത്വം ഭർത്താവിനാണ് എന്ന്, അല്ലെങ്കിൽ പിതാവിനാണ് എന്നർത്ഥം. ഒരു ഉത്തരവാദിയുമല്ലാത്ത, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പിതാവ് ഉത്തരവാദിയാണ്. പിതാവ് ഉത്തരവാദിയിലൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. പക്ഷെ ആവശ്യമില്ലാതെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഭാര്യമാർ കണ്ണീര് കുടിക്കുന്ന അവസ്ഥ. അവൾ പെൺകുട്ടിയെ മാത്രമേ പ്രസവിക്കുള്ളൂ. ഒരു തൗഫീക്കില്ലാത്തവളാണ്. എന്താ അവൾക്ക്, പെൺകുട്ടീനെ അവൾക്ക് എന്താ പ്രസവിക്കാൻ കഴിയാത്തത്?
ഒരു കുരുത്തം കെട്ടവളാണ് എന്നൊക്കെ രീതിയിൽ സ്ത്രീകളെ പ്രയാസപ്പെടുത്തുന്ന ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത സംസാരങ്ങളും കുടുംബത്തിൽ നിന്നൊക്കെ നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾ എന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. മക്കളില്ലാതെ അള്ളാഹു പരീക്ഷിച്ച ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ മാത്രം മക്കളെ കൊടുത്ത പ്രവാചകന്മാരുണ്ട്. അവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറഞ്ഞപ്പോൾ അള്ളാഹു ഇപ്രകാരം സൂചിപ്പിക്കുകയുണ്ടായി: ഹുനാലിക ദഅ സക്കരിയ റബ്ബ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ നിരന്തരമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്തും പ്രാർത്ഥിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിനെ കൊടുക്കാൻ തീരുമാനിച്ചു. കുഞ്ഞിനെ കൊടുത്തെന്ന് മാത്രമല്ല, അള്ളാഹു പേരിട്ടാണ് കൊടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിനെ മാത്രം കൊടുത്തിക്കല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പേരിട്ട് കൊടുത്തു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തു മറിയമിൻ്റെ 7-ാമത്തെ ആയത്തിൽ: യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ. സക്കരിയ, നിനക്ക് ഞാനൊരു പൊന്നോമന പുത്രനെ ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, അവൻ്റെ പേര് യഹ്യ എന്നാണ്. ഇങ്ങനെ ഒരു പേര് നാം ആർക്കും വെച്ചു കൊടുത്തിട്ടില്ല. ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ, ഇങ്ങനെ ഒരു പേര് നാം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിന് പേര് നിർദ്ദേശിച്ചു കൊടുത്തു. പേരിട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം: അമറ ബി തസ്മിയത്തിൽ മൗലൂദി യൗമ സാബിഇഹി, കുഞ്ഞ് ജനിച്ച 7-ാമത്തെ ദിവസം ചെയ്യേണ്ട സുന്നത്തുകൾ റസൂലുള്ള പഠിപ്പിച്ചപ്പോൾ ആ 7ന്റെ ദിവസമാണ് കുഞ്ഞിന് പേര് വിളിക്കേണ്ടത്. ആ 7ന്റെ ദിവസമാണ് കുഞ്ഞിന് അഖീഖ അറുക്കേണ്ടത്, അറിവ് നടത്തേണ്ടത്. അറിവ് നടത്താൻ ഉദ്ദേശിക്കുന്ന അറിവ് നടത്തുക എന്നുള്ള വളരെ പ്രബലമായ സുന്നത്താണ്. അറിവ് നടത്താൻ സാധിക്കാത്ത ആളുകൾക്ക് ആ സുന്നത്ത് എടുക്കാൻ പറ്റൂല. ഇനി 7ന്റെ അന്ന് കഴിഞ്ഞില്ലെങ്കിൽ 14ന്റെ അന്ന്, അത് കഴിഞ്ഞ് 21ന്റെ അന്ന്, പിന്നെ ഏതെങ്കിലും ഒരു ദിവസമാകാം. ഇനി സാമ്പത്തികമായ ശേഷിയില്ലേ, ശേഷിയുള്ള സമയത്തെങ്കിലും പിതാവ് അത് അറുക്കണം എന്നർത്ഥം. അത്രക്ക് പ്രബലമായിട്ടുള്ള ഒരു കടമായി കിടക്കും എന്നൊക്കെ പറയപ്പെട്ട ഹദീസുകൾ കാണാൻ സാധിക്കും. എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അഖീഖ അറക്കണം. ഇതൊക്കെ മാമൂലുകളാക്കിയിട്ടാണ്, വലിയ ചെലവേറിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെൺകുട്ടിക്ക് ഒരു ആടിനറക്കാനാണ് പറഞ്ഞത്. ഒരു ആൺകുട്ടിക്ക് 2 ആടിന് സാമ്പത്തികമായി ചെലവുണ്ടാവും. ഉള്ളതിനനുസരിച്ച് അതിൻ്റെ ഷർത്തൊത്ത ഒരു ആടിനെയോ ഒരു ഉരുവിനെയോ അറുക്കുക എന്നുള്ളതാണ്. അത് കുറേ ആളുകളെ കൂട്ടി, അപ്പോൾ അതിനൊക്കെ സാമ്പത്തിക ചെലവല്ലേ, എന്നിട്ട് ആ പ്രബലമായ സുന്നത്ത് മാറ്റിവെക്കുന്ന ആളുകൾ, അതൊക്കെ നമ്മുടെ സമുദായത്തിൽ കണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ 7-ാമത്തെ ദിവസം പേരിടുക എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു: ഉലിദ ലി ഗുലാമുൻ, എനിക്കൊരു കുഞ്ഞുണ്ടായി. റസൂലുള്ളാഹിന്റെ സഹാബിയാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. എനിക്ക് കുഞ്ഞുണ്ടായി. ഫഅതൈതുഹു ബിഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ദിവസം തന്നെ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു. ഫസമ്മാഹു ഇബ്രാഹിം, റസൂലുള്ളാഹി ഇബ്രാഹിം എന്ന് പേരിട്ട് കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് നിശ്ചയിച്ചു കൊടുത്തു. വഹന്നകഹു ബി തംറത്തിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് ഹന്നകഹു തഹ്നിക്കത്ത് കൊടുത്തു. അഥവാ ചെറിയ കുഞ്ഞ് ജനിച്ച ഉടനെ കുട്ടിയുടെ വായിൽ മധുരം വെച്ച് കൊടുത്തു. തേനോ അല്ലെങ്കിൽ റസൂലുള്ളാഹി ഇവിടെ ഈത്തപ്പഴം കൊണ്ട് അത് ചാലിച്ച് ചെറുതാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്നിക്ക് കൊടുത്തു. അപ്പോൾ കുഞ്ഞിൻ്റെ വായിൽ ഈ ഒരു മധുരം കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ശാസ്ത്രം അതിൻ്റെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, അതുകൊണ്ടുള്ള ഹൈർ എത്രത്തോളമുണ്ട് എന്ന് ഒരുപാട് പഠനങ്ങളിലൂടെ ശാസ്ത്രം ഇന്ന് തെളിയിച്ചു. ശാസ്ത്രം തെളിയിച്ചാലും തെളിയിച്ചില്ലെങ്കിലും മുത്ത് ഹബീബ് ചെയ്താൽ നമ്മൾ ചെയ്യും. ഒരുപാട് അതുകൊണ്ട് കുട്ടിക്ക് കിട്ടുന്ന മെച്ചങ്ങൾ, ധാരാളക്കണക്കിന് പഠനങ്ങൾ, ആ പഠനങ്ങൾ റിപ്പോർട്ടുകൾ പറഞ്ഞ സമയമല്ല, ഒരുപാട് പഠനങ്ങൾ. അതുകൊണ്ട് കുട്ടിൻ്റെ ശരീരത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ, ഉപകാരങ്ങൾ, ഹൈറുകൾ. അപ്പോൾ ദീനിനെ പിന്നെ പ്രകൃതിയുടെ മതമല്ലാതെ അതേപോലെ തന്നെ ശാസ്ത്രത്തിനെതിരായി ചിത്രീകരിക്കുന്ന ആളുകൾ അറിയുന്നതിന് വേണ്ടി കൂടി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായിരുന്നാലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ പേര് വിളിച്ചു. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അന്ന് തന്നെ പേര് വിളിക്കാം, 7ന്റെ അന്നും പേര് വിളിക്കാം,
ഒരാൾ അക്കീക്ക അറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏഴിൻ്റെ അന്ന് അക്കീക്ക അറുത്ത് പേര് വിളിക്കുന്നതാണ് ഖൈർ എന്ന് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ 2 ഹദീസും വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യമാണ്. സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ പേരിടുക എന്നുള്ളത് ലളിതമായൊരു കർമ്മമാണ്. എന്നാൽ ഇതിനെ ഏറെ സങ്കീർണമാക്കി പ്രയാസപ്പെടുത്തി ഭാര്യയും ഭർത്താവും തെറ്റുന്നതിലേക്ക്, അമ്മായിമ്മയും മരുമകളും അതേപോലെ തന്നെ അമ്മോശം കാക്കയും മരുമകളും തെറ്റുന്നതിലേക്ക് ഒരു കുഞ്ഞിൻ്റെ പേരിടാനായി. അതേപോലെ തന്നെ മാസങ്ങളോളം വർഷങ്ങളോളം കാത്തു നിൽക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും ആരും കേൾക്കാത്ത മൗലവി ആരും കേൾക്കാത്ത പേരാകണം, നിങ്ങളൊരു പേര് നിർദ്ദേശിക്കോ. എന്നിട്ട് അവർ കണ്ടീഷൻ പറയും, ഇന്നതായിരിക്കണം. വാപ്പാൻ്റെ പേര് സിയാദ് എന്നാണ്, ഉമ്മാൻ്റെ പേര് നസിയ എന്നാണ്. അപ്പോൾ വാപ്പാൻ്റെ ഉമ്മാൻ്റെയും പേരിൽ അർത്ഥം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പേരിട്ടു, നൂനും സായൊക്കെ വെച്ച്. ഇപ്പം സാനിയ എന്നാണ് പേരിട്ടത്. സാനിയ എന്ന് പറഞ്ഞാൽ വ്യഭിചാരിണി എന്നാണ് അർത്ഥം. വ്യഭിചാരിണി എന്നാണ് അർത്ഥം. അപ്പം അർത്ഥം നോക്കൂല. ആരുടെയെങ്കിലും വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിൻ്റെ ഒന്നാമത്തെ അക്ഷരം വെച്ചുകൊണ്ട് പേരിടുന്നു. എന്നിട്ട് പേരിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്തെങ്കിലും വകുപ്പുണ്ടോ, നല്ല അർത്ഥമുണ്ടോ, ഞങ്ങൾ പേരിട്ടിട്ടുണ്ട്, ഇനി നല്ല അർത്ഥമുണ്ടോ. എന്തൊരവസ്ഥയാണ് സഹോദരന്മാരെ ഈ യാക്കോമിന്. ഞാൻ എല്ലാവരുടെ കാര്യം പറയും, പക്ഷെ ഇങ്ങനെ ഇടങ്ങാറാക്കുന്ന പല ആളുകളും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇതിൻ്റെ പിന്നാലുണ്ട്. ഭാഷയിൽ കഴിവുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും ഒരു പേരിടും, പിന്നെ ഓനെ നമ്മൾ അർത്ഥം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പേരിൻ്റെ പറഞ്ഞ പ്രശ്നം, ഒരുപാട് പേരുകളിൽ നിന്ന് നമ്മൾ നല്ല പേര്, ആരും കേൾക്കാത്ത പേരായിരിക്കണം. ആരും കേൾക്കാത്ത പേര്, നാട്ടിൽ നിന്ന് ഇടാത്ത പേരുന്ന, പിന്നെ ഫിറൗന് ഇടണം. ഫിറൗന് ആരും പേരിടലില്ലല്ലോ, അങ്ങനെ ഇടാൻ നല്ലത്. ഇങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത കണ്ടീഷനുകൾ, ഇത് സങ്കീർണമായി പ്രയാസപ്പെടുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നക്കും തുദ്ഔന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളെ പേര് വിളിക്കും, ബി അസ്മാഇക്കും വ അസ്മാഇ ആബാഇക്കും ഫഅഹ്സിനു അസ്മാഅക്കും. ഖിയാമത്ത് നാളിൽ പേര് നിങ്ങളെ വിളിക്കും, നിങ്ങളെ വാപ്പാൻ്റെ പേര് വെച്ചുകൊണ്ട് ഇന്ന ആളിൻ്റെ മകൻ ഇന്ന ആൾ വരൂ എന്ന് പേര് വിളിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരിടണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന അഹബ്ബ അസ്മാഇക്കും ഇലല്ലാഹി അബ്ദുറഹ്മാൻ വ അബ്ദുല്ലാഹു അബ്ദുറഹ്മാൻ. എന്ത് നല്ല പേരുകളാണ്! എന്നും കാലികമാണ്, എന്നും ഫാഷനാണ്. നിങ്ങളുടെ പേരുകളുടെ, നിങ്ങളുടെ മക്കൾക്കിടുന്ന പേരുകളിൽ ഏറ്റവും നല്ല പേര് ഇന്ന അഹബ്ബ അസ്മാഇക്കും, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുറഹ്മാൻ, അബ്ദുല്ലാ. എന്നും കാലികമാണ് സഹോദരന്മാരെ. അബ്ദുറഹ്മാൻ എന്ന പേര് റഹ്മാനായ റബ്ബിൻ്റെ അടിമയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ്. എന്ത് നല്ല പേരാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പേരാണ്. ഇതുണ്ടായിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരുകൾ, ഒരു അബ്ദുറഹ്മാൻ അബ്ദുള്ള മാത്രമല്ല, ഒരുപാട് നല്ല പേരുകൾ റസൂലുള്ളാഹി പറഞ്ഞു അമ്പിയാക്കന്മാരെ പേരിടുക. ഈ നല്ല നല്ല പേരുകൾ ഉണ്ടായിട്ട് തർക്കിക്കുകയാണ് നമ്മുടെ മാപ്പിള സമുദായം. ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ, അതിൻ്റെ അടുത്ത് വേറെ ഏത് പേര് ഇടുന്ന പ്രശ്നം ഉണ്ടതല്ല, ഇത് സങ്കീർണമാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്നു ഇതിൻ്റെ പേരിൽ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാരുടെ പത്നിമാർക്ക്, അഥവാ ഒരു ഹദീസിൽ കാണാം, തസമ്മൗ ബി അസ്മാഇൽ അംബിയ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അംബിയാക്കന്മാരുടെ പേരുകൾ ഇടുക. വഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാ വ അബ്ദുറഹ്മാൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ എന്നാണ്. വ അസ്തഖുഹ ഹാരിസുൻ വ ഹമാമുൻ. അതേപോലെ തന്നെ വ ഹമ്മാമുൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല പേരായി മറ്റൊന്ന് പറഞ്ഞു, ഹാരിസ് എന്ന പേര് നല്ല പേരാണ്. വ ഹമ്മാം, ഉത്തരവാദിത്തമുള്ള, പിന്നെ നല്ല അർത്ഥമുള്ള മറ്റൊരു പേരാണ് ഹമ്മാം എന്നുള്ള പേര്. അതേപോലെ തന്നെ റസൂലുള്ളാഹി ഹദീസിൽ പറയുകയുണ്ടായി, വ അക്ബഹുഹ, പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ പേരാണ് ഹർബ്, മുറ. ഈ 2 പേരുകൾ, ഈ 2 പേര് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. അറബികളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് ഹർബ് എന്ന് പേരിട്ട് കാണും. ജാഹിലിയ അറബികളിൽ ഹർബ് എന്ന പേര്. അതേപോലെ തന്നെ മുറ എന്ന് പറഞ്ഞാൽ തന്നെ കയ്പ് എന്നർത്ഥം, കയ്പ്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അങ്ങനത്തെ പേരിടരുത്. അതിൻ്റെ അടുത്ത് എന്താ, ഹർബ് മുറ ഇടരുത് എന്നാ, അത് മാത്രം ഇടരുത് അല്ല. അതുപോലെ മോശപ്പെട്ട പേര്, നിങ്ങൾ അർത്ഥമുള്ളത് ഇടാൻ പാടില്ല. മോശപ്പെട്ട അർത്ഥമുള്ളത് നിങ്ങൾ ഇടാൻ പാടില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് സഹോദരന്മാരെ, സഹോദരികളെ, ഒരു നല്ല മനുഷ്യൻ്റെ അടുക്കിലേക്ക്, അല്ലെങ്കിൽ അർത്ഥം അറിയുന്ന നല്ല പേര് നിർദ്ദേശിക്കാൻ വേണ്ടി ഒരു നല്ല മനുഷ്യൻ്റെ അടുക്കിലേക്ക് അദ്ദേഹത്തോട് പേരിടുന്ന വിഷയത്തിൽ ഒരു മുശാവറ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ചില ആളുകളെങ്കിലും
കുഞ്ഞു ജനിച്ചിട്ടുണ്ടെങ്കിൽ പേരിടാൻ വേണ്ടി ജാറങ്ങളിലേക്കും മക്ബറുകളിലേക്കും അതേപോലെ തന്നെ സൂഫി ശൈഖുമാരിലേക്കും എന്തെങ്കിലുമൊക്കെ രഹസ്യ കഴിവുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഉസ്താദുമാരുടെ അടുക്കലേക്കും പോകുന്ന അവസ്ഥ. പേര് അവർ നിർദ്ദേശിച്ചു കൊടുക്കണം, അവരിൽ നിന്നും ബർക്കത്ത് കിട്ടും. അത് ശിർക്കാണ് സഹോദരന്മാരെ, ശിർക്കൻ പ്രവർത്തനം. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയുണ്ടായി, ഫലമ്മാ ആതാഹുമാ സാലിഹൻ ജഅലാ ലഹു ശുറകാ ഫീമാ ആതാഹുമാ ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വാലിഹായ നല്ലൊരു കുട്ടിയെ കൊടുത്തു. അള്ളാഹിന്റെ ഔദാര്യമാണത്. ആരുടെ ബർക്കത്താണത്? ആരുടെ നിഅമത്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉള്ളതാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ഔദാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് ആ കുഞ്ഞിനൊരു പേര് വെക്കാൻ ശിർക്കൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ശിർക്കുമായും കുഫ്റുമായും ബന്ധപ്പെടുന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജാറങ്ങളിലേക്കും മക്ബറുകളിലേക്കും ബീമാരിലേക്കും ഹോജമാരിലേക്കും കുഞ്ഞിൻ്റെ പേരിടാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആളുകൾ. അപ്പം എന്തേ റസൂലുള്ളാഹിയുടെ അടുത്ത് കുഞ്ഞിൻ്റെ പേരിടാൻ കൊണ്ടുപോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തോ അള്ളാഹിൻ്റെ കഴിവുണ്ട്, എന്ത് ചോദിച്ചാലും കൊടുക്കാൻ കഴിവുണ്ട് എന്നുള്ളതോ അല്ല. അതുകൊണ്ടല്ല നല്ലൊരു പേര് നിർദ്ദേശിക്കാൻ വേണ്ടി പോകുന്ന, അതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു ബറക്കത്തിന് വേണ്ടി തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ മുൽക്കിൻ്റെയും എല്ലാ ബറക്കത്തിൻ്റെയും ഉടമസ്ഥവനായ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ബറക്കത്ത് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ ആൾ ദൈവങ്ങളിലേക്കും അതേപോലെ തന്നെ പുണ്യാത്മാക്കളിലേക്കും പോകുന്ന ശിർക്കൻ പ്രവർത്തനം, അതും നമ്മുടെ ഉമ്മത്തിൽ കണ്ടുവരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിനേക്കാൾ ഇഷ്ടം, അള്ളാഹുവിൻ്റെ ദീനിൽ പറഞ്ഞ പേരിനേക്കാളൊക്കെ ഇഷ്ടം മറ്റുള്ളവർ നിർദ്ദേശിക്കുന്നതിലേക്ക് ആകുന്നു എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അല്ലെങ്കിൽ ദീന് പഠിപ്പിച്ച നല്ല പേരിടാൻ നിർദ്ദേശിച്ചു. അതേപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഇടരുത്, പേരുണ്ടാകാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരുപാട് പേരുകളെ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഹദീസിൽ നിന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നൊക്കെ. ഒന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പിശാചുക്കളുടെ പേരിടരുത്. എന്താ ഈ പിശാചുക്കളുടെ പേര്? പിശാചുക്കളെ ആരാധിക്കുന്ന വിഭാഗം മക്ക മുശ്രിക്കുകളിലും ജാഹിലിയ അറബുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ മൂർത്തിയുടെ പേരിട. ഹദീസിലൊക്കെ ഒരുപാട് പിശാചുക്കളുടെ പേര് കാണാൻ സാധിക്കും. മനുഷ്യനെ നമസ്കാരത്തിൽ വഴി പേപ്പിക്കുന്ന പിശാച്, ഇങ്ങനെ ശൈത്താന്മാരുടെ ജിന്നുകളുടെയൊക്കെ പേരുകൾ, ഇതൊക്കെ അവർക്ക് മുമ്പ് അവർക്ക് പരിചയമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത കെട്ടുകഥകളുടെ പേരിൽ അവർ മഹത്വവൽക്കരിച്ചു കൊണ്ട് നടന്നിട്ടുള്ളതായിട്ടുള്ള പേരുകൾ, അതിടാൻ പാടില്ല എന്ന് മതം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വിഗ്രഹങ്ങളുടെ പേരുകൾ, വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകൾ. ഇപ്പം അബ്ദുഷംസ്, ജാഹിലിയ അറബികളിൽ ഒരുപാട് ആളുകൾക്ക് പേര് പറഞ്ഞിട്ടുണ്ട്. എന്താ അബ്ദുഷംസ് എന്ന് പറഞ്ഞത്? സൂര്യൻ്റെ അടിമ എന്നർത്ഥം. ഷിർക്കൻ പേരാണത്. അതേപോലെ തന്നെ അബ്ദുൽ ഉസ്സ, ഉസ്സയുടെ അടിമ, ജാഹിലിയ അറബികൾ പ്രാർത്ഥിച്ചിരുന്ന വിഗ്രഹമാണ്, അവരുടെ ഇലാഹാണ് ഉസ്സ. അപ്പോൾ അബ്ദുൽ ഉസ്സ, ഒരുപാട് പേരുകൾ നമുക്ക് ചരിത്രത്തിൽ അബ്ദുൽ ഉസ്സ എന്ന് കാണാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ അബ്ദുൽ കഅബ, കഅബയുടെ അടിമ എന്ന് പേരിട്ടവരുണ്ട്. അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് എന്ന് പേരിടാൻ പാടുണ്ടോ? ഇല്ല. എന്താണ്? മുത്തലിബിൻ്റെ അടിമ എന്നാണ്. അത് അബ്ദുൽ മുത്തലിബ് എന്ന് മുത്തലിബിൻ്റെ ആ പേര് വരാനൊരു കാരണമുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഷൈബ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, അബ്ദുൽ മുത്തലിബിൻ്റെ പേര്. മറ്റൊരു കാരണമുണ്ട്. അവിടെ മനുഷ്യന്മാർ തമ്മിൽ അടിമ വ്യവസ്ഥയുള്ള സമയത്തായിരുന്നു അത്. അതുകൊണ്ട് അവിടെ അബ്ദുൽ മുത്തലിബ് എന്ന് പേര് വിളിച്ചു. അതിന് അവിടെ ആ വിളിയുടെ കുഴപ്പം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ന് പറയപ്പെട്ട ഒരാളെ വളരെ വലിയ പദവി ഉയർത്തി ഒലൂവ് ആയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടിമ എന്ന് പേര് വിളിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള പേരുകൾ വിളിക്കാൻ പാടില്ല എന്നർത്ഥം. അബ്ദ് ചേർത്ത്, അഥവാ അല്ലാഹു സുബ്ഹാനഹു നമ്മൾ അബ്ദുള്ള എന്ന് പറയുന്ന അതേ അർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് പറ്റൂല. ഇതൊക്കെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പഠിപ്പിച്ചുള്ള കാര്യമാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ശപിച്ചിട്ടുള്ള ആളുകൾ ഫിർഔനിൻ്റെയും കാറൂനിൻ്റെയും അതേപോലെ തന്നെ ഫാസിഖുകളുടെയൊക്കെ പേരുകൾ ഒന്നും ഇടാൻ പാടില്ല. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത്. ഇതിൻ്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഇതൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്, സൂചിപ്പിച്ച പോലെ തന്നെ മോശപ്പെട്ട അർത്ഥമുള്ള പേരുകൾ പാടില്ല. എത്ര ആളുകളുടെ പേരുകൾ, അതേപോലെ തന്നെ ചില ആളുകൾക്ക് പേരുകൾക്ക് അർത്ഥമില്ല, എന്തൊക്കെയോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പേരിട്ടിട്ട്. എത്ര നല്ല മക്കൾക്ക്, നമ്മളെ പൊന്നാര മക്കൾക്ക് ഒരർത്ഥമില്ലാത്ത പേരിട്ട്. എത്ര ഇപ്പോഴത്തെ കുട്ടികളുടെ പേരുകൾ ചോദിച്ചാൽ തന്നെ അറബി ഭാഷയിൽ അങ്ങനെ ഒരു വാക്കില്ല. ചില ആളുകളൊക്കെ കുറേ പേരുകൾ എഴുത്തരും, പുസ്തകം ഇതിനൊക്കെ എന്തൊരു അർത്ഥം പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാക്ക് അറബി ഭാഷയിലില്ല. എവിടെ നിന്നൊക്കെയോ നെറ്റുന്നും അവിടെ നിന്നൊക്കെ എടുത്തിട്ട്
ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് നമ്മൾ അതിന് അർത്ഥം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരവസ്ഥാവിശേഷം. അതേപോലെ തന്നെ സഹോദരന്മാരെ, റഹ്മാനായ റബ്ബിൻ്റെ പേര് നമ്മൾ ആർക്കും ഇടാൻ പാടില്ല. റബ്ബു സുബ്ഹാനഹു വ തആലയുടെ വളരെ ഗൗരവത്തോടു കൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റബ്ബിൻ്റെ പേരിടാൻ പാടില്ല. ഒരാൾക്ക് റഹ്മാൻ എന്ന് പേരിട്ടു, റഹ്മാൻ ഹറാമാണ്, കുറ്റകരമാണ്. എന്ന് മാത്രമല്ല, അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള ആളുകളെ റഹ്മാൻ എന്ന് വിളിക്കും. റഹ്മാനെ വിളിക്കാൻ പാടില്ല, ഹറാമാണ്. അബ്ദുറഹ്മാൻ എന്ന് പേരിട്ടുണ്ടെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ അടിമകൾക്ക് ഇടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളുടെ കൂട്ടത്തിൽ ഇപ്പോ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയുണ്ടായി, ഖാലിഖ്, അബ്ദുൽ ഖാലിഖ് എന്ന് വിളിക്കാം, ഖാലിഖ് എന്ന് വിളിക്കാൻ പാടില്ല. അബ്ദുൽ റബ്ബ് എന്ന് വിളിക്കുക. നമ്മൾ ആരെങ്കിലും റബ്ബ് എന്ന് വിളിക്കും ഒരാളെ, അബ്ദു ഒഴിവാക്കിയിട്ട് അബ്ദുല്ല എന്ന് പേരിട്ട ആൾ അല്ലാഹ് എന്ന് വിളിക്കും. അതേപോലെ അബ്ദുർ റഹ്മാൻ എന്ന് പേരിട്ടാൽ റഹ്മാൻ എന്ന് വിളിക്കാൻ പാടില്ല. അബ്ദുൽ ഖാലിഖ് എന്ന് പേരിട്ടുണ്ടെങ്കിൽ പിന്നെ ഖാലിഖ് എന്ന് പേര് വിളിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അൽ അഹദ്, അബ്ദുൽ അഹദ് എന്ന് പേരിട്ടു, എന്നിട്ട് അഹദ് എന്ന് വിളിക്കാൻ പാടില്ല, കുറ്റകരമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ അബ്ദുൽ റാസിഖ്, അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ മുതകബ്ബിർ, അബ്ദുൽ അവ്വൽ, അബ്ദുൽ ആഖിർ, അബ്ദുൽ ബാത്തിൻ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പേരുകളൊക്കെ അബ്ദ് ചേർത്തേ വിളിക്കാൻ പാടുള്ളൂ, അബ്ദു ഒഴിവാക്കി വിളിക്കാൻ പാടില്ല. നമ്മൾ പേരിടുമ്പോൾ ചിലപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ടാണ് വിളിക്കുക, പറയുക. പക്ഷെ പിന്നെ വിളിക്കൽ എന്തായി, റഹ്മാൻ എന്ന് മാത്രമായി, ഖാലിഖ് എന്ന് മാത്രമേ പറ്റൂല. എന്നാൽ അള്ളാഹുവിൻ്റെ പേരിൽ തന്നെ റഊഫ്, റഹീം, അതുപോലെയുള്ള പേരുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹു ഇട്ട് കൊടുത്തിട്ടുണ്ട്. വബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റസൂലുള്ളാഹിനെ അള്ളാഹ് പരിചയപ്പെടുത്തിയപ്പോൾ റഊഫ് റഹീം എന്ന് പറഞ്ഞു. അതിലൂടെ പണ്ഡിതന്മാർ പറഞ്ഞു, റഊഫ് എന്ന് പറഞ്ഞാൽ എന്താ? റഊഫ് എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ ദയയുള്ളവൻ, റഹീം കാരുണ്യമുള്ളവൻ, അത് മനുഷ്യന്മാർക്കും ഉള്ളവരാണ്. റഹ്മാനോ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് റഹ്മത്തല്ല, അത് അങ്ങനെ പരമകാരുണ്യകനാണ്, അത് പറ്റൂല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പൊ അബ്ദുർ റഊഫ് എന്നും പേരിടാ, റഊഫ് എന്നും പേരിടാ, കുഴപ്പമില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്രത്തോളം സഹോദരന്മാരെ ഹക്കം എന്നൊരു പേര്, ഹക്കം എന്നൊരു പേര്, ഹക്കം എന്ന് പറഞ്ഞാൽ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി കൊടുക്കുന്നു, ആ വിധിയെ തടുക്കാൻ ഒരാൾക്കും കഴിയൂല. അള്ളാഹുവിൻ്റെ രണ്ട് തരത്തിലുള്ള വിധിയുണ്ട്. അള്ളാഹുവിൻ്റെ വിധി രണ്ട് തരത്തിലാണ്. ഒന്ന് പ്രാപഞ്ചികമായ വിധി, അതാർക്കും തടുക്കാൻ പറ്റില്ല. ഏത് കാഫിറായ മനുഷ്യനും അക്രമിയായ മനുഷ്യനും ആ വിധിക്കുള്ളിലാണ്. ഒരാൾ ജനിക്കണം നല്ല തീരുമാനിക്കും, ഒരാൾ മരിക്കണം നല്ല തീരുമാനിക്കും, ഒരാൾ രോഗിയാണെന്ന്, ഒരാൾ ഒരു കാഫിറായ മനുഷ്യൻ ഇന്ന സമയത്ത് രോഗിയാണെന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് അത് മാറ്റിക്കാൻ പറ്റില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു വിധിയുണ്ട്. ആ വിധി അടിമകളായിട്ടുള്ള ആളുകൾക്ക് ചോയ്സ് ഉണ്ട്, തട്ടിക്കളയും ചെയ്ത് തട്ടിക്കളയാതിരിക്കും. അല്ലാഹു എല്ലാവരും നിസ്കരിക്കണം, മുഅ്മിനാകണം എന്ന് നിശ്ചയിച്ചു. പക്ഷെ എല്ലാവരും മുഅ്മിനാകണില്ല. ഇങ്ങനെ തട്ടിക്കളയാൻ പാടില്ലാത്തതും ഒരിക്കലും തട്ടാൻ പറ്റാത്തതുമായ വിധി കൊടുക്കുന്ന ആ വിധി ഏറ്റവും ആപ്റ്റായ സൂട്ടബിളായ ഖാദിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ അള്ളാഹ്ക്ക് ഹക്കം എന്ന് പേരുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പല ഗോത്ര പ്രമുഖന്മാരും നേതാക്കന്മാരും ഒക്കെ അവരുടെ അനുയായികളുമായി വന്ന് മുസ്ലിമായി തിരിച്ചു പോകാറുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരിക്കൽ ഹാനി ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു വരികയുണ്ടായി. ഹാനി ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘവും എല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് വരുന്നത് റസൂലുള്ളാഹിനെ കാണാൻ വന്നത്. ആ കാണാൻ വന്ന സമയത്ത് ആ ഹദീസിൽ ഇപ്രകാരം കാണാം, ലമ്മ വഫദ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമിഹി സമയഹും യക്നൂന ബി അബിൽ ഹക്കം. അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ അബുൽ ഹക്കം എന്നാണ് പേര് വിളിക്കുന്നത്. അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിൻ്റെ പേരാണ്. ഹക്കം അള്ളാഹുവാണ്. അഥവാ വിധി കൊടുക്കുകയും വിധി ഒരിക്കലും തട്ടിമാറ്റാത്ത ഏറ്റവും നല്ല ആപ്റ്റായ വിധി കൊടുക്കുന്നവൻ എന്നാണ് ഹക്കം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. റസൂൽ ഇത് കേട്ടു, അബുൽ ഹക്കം എന്ന് വിളിക്കണത്. ഫദാഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഹക്കമു, അള്ളാഹു ആണ് ഹക്കമു. നിങ്ങൾ എന്താ എല്ലാവരും അബുൽ ഹക്കം എന്ന് പേര് വിളിക്കണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇലൈഹി ഹുക്കുമു, വിധികളെല്ലാം അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്, നിങ്ങൾ എന്താ ഇങ്ങനെ അവർ വിളിക്കാനുള്ള കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന കൗമി, അദ്ദേഹം ആ കൗമിൻ്റെ നേതാവാണ്, ഇന്ന കൗമി ഇദഖ്തലഫു ഫീ ഷൈഇൻ, എൻ്റെ സമുദായം അവർ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി
ഞാൻ അവരുടെ ഇടയിലുള്ള ഖാദിയാണ്. അതൗനി ഫഹകംതു ബൈനഹും, അവർ എൻ്റെ അടുക്കലേക്ക് വരും, ഞാൻ അവർക്ക് വിധി കൊടുക്കും. ഫറളിയ കിലൽ ഫരീഖൈനി, രണ്ട് കൂട്ടർക്കും എൻ്റെ വിധി ഇഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് രണ്ട് കൂട്ടർക്കും എൻ്റെ വിധി ഇഷ്ടപ്പെടും. അതുകൊണ്ട് പോലെ എന്നെ ഹക്കം എന്ന് പേര് വിളിക്കുന്നു, അബുൽ ഹക്കം എന്ന് പേര് വിളിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞ പറ്റൂല, അള്ളാഹുവിൻ്റെ പേരാണ് ഹക്കം എന്നുള്ള, അതുകൊണ്ട് പേര് മാറ്റണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മക്കളുണ്ട്. ആരൊക്കെയാണ് മക്കൾ? അതിൽ ഷുറൈഹുണ്ട്, മുസ്ലിമുണ്ട്, അബ്ദുള്ളയുണ്ട്. മൂന്ന് മക്കളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ അക്ബർഹും, ആരാണ് നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ അക്ബറായിട്ടുള്ള ആൾ, വലിയ ആൾ, മൂത്ത ആളാരാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാനി ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു ഷുറൈഹ് എന്ന മോനാണ് മൂത്ത ആൾ. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തിന് പേരിട്ട് കൊടുത്തു, അൻത അബൂ ഷുറൈഹ് എന്ന് പേരിട്ട് കൊടുത്തു. എന്താണ് ഇതിലൂടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്? ഒരു തെറ്റായ പേര്, പാടില്ലാത്ത പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തണം. എത്ര ഗൗരവമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ പേരിടുമ്പോൾ എന്തെങ്കിലും അർത്ഥമില്ലാത്ത ഏതെങ്കിലും കോലത്തിലുള്ള പേര്, അത് ഈ മുസ്ലിമിന് യോജിച്ച ഏർപ്പാടല്ല. നല്ല പേരുകൾ ഇടുക, ഇസ്ലാം വിലക്കാത്ത നല്ല പേരുകൾ ഇടുക, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പൊരുത്തമുള്ള പേരുകളിടുക. ഹറാമാണ് എന്ന് പറഞ്ഞത് ഒഴിവാക്കുക. ആ നിലക്ക് നമ്മളിത് പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പഠിപ്പിച്ച പേരാണ് മലിക്കുൽ അംലാക്ക് എന്ന് പേരിടാൻ പാടില്ല. മലിക്കുൽ അംലാക്ക് എന്ന് മലയാളത്തിൽ പറഞ്ഞ രാജാതിരാജൻ എന്നാണ് അർത്ഥം. അപ്പോൾ മലിക്കുൽ അംലാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, രാജാക്കന്മാരുടെ രാജാവ്. ആ പേര് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങനെ? ഷാഹിൻ ഷാഹ് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം, രാജാക്കന്മാരുടെ രാജാവ്. ഷഹിൻ ഷാ എന്ന് പേര് അതാണ്, അറിവില്ലാതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ ഇങ്ങനെ അമിത പുകയത്തിലുള്ള അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, അള്ളാഹുവിന് ഉപയോഗിക്കപ്പെടുന്നതായ പേരുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ അമിത പുകയത്തിലുള്ള പേരിടാൻ പാടില്ല. ആബിദ് എന്ന് പേരിടാൻ പാടില്ല, ആബിദ എന്ന് പേരിടാൻ പാടില്ല. അതേപോലെ തന്നെ തഖിയ്യ പേരിടാൻ പാടില്ല. അമിത പുകയത്തിലുണ്ട് അതിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നു അന്ന സൈനബ്, കാന ഇസ്മുഹ ബർറ. സൈനബ് റളിയല്ലാഹു അൻഹയുടെ പേര് ബർറ എന്നായിരുന്നു. ബർറ എന്ന പുണ്യവതി, അങ്ങേറ്റം പുണ്യം ചെയ്യുന്നവർ. ഫഖീല തുസക്കി നഫ്സഹ, അപ്പോൾ അത് അമിത വർണ്ണനയാണ്. ഫസമ്മാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ്, റസൂലുള്ളാഹി അവർക്ക് സൈനബ് എന്ന് പേര് മാറ്റി. നേരത്തെ അബൂ ഷുറൈഹിൻ്റെ കഥ പറഞ്ഞ പോലെ ഒരു മുതിർന്ന പെണ്ണിൻ്റെ പേര് റസൂലുള്ളാഹി മാറ്റി. നല്ല പേരല്ലേ മാറ്റണമെന്ന്, വെറുതെ അത് വഹിച്ചു കൊണ്ടിടക്കണ്ട. അപ്പോൾ ഇടുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോളി എന്നർത്ഥം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, പേരിന് ഇത്രത്തോളം പ്രാധാന്യം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വളരെ പ്രായപൂർത്തിയായ പെണ്ണിനും ആണിനും റസൂൽ പേര് മാറ്റി കൊടുക്കുക. നീ സൈനബാണ്, അങ്ങനെ പേര് ഇടാൻ പാടില്ല, ബർറാന്ന് പേരിടാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു. അപ്പോൾ ഇതിന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് അമിത വർണ്ണനുള്ള പേരിടാൻ പാടില്ല. അതേപോലെ തന്നെ അഫ്ലഹ് പേരിടാൻ പാടില്ല. ഹദീസിൽ പ്രത്യേകം പറഞ്ഞത് അഫ്ലഹ് എന്ന പേര്, നജീഹ് എന്ന പേര്, റബാഹ് എന്ന പേര് ഇടാൻ പാടില്ല. അത് മറ്റ് ഇല്ലത്തുകൾ, കാരണങ്ങൾ അതിന് പറയുകയുണ്ടായി. അപ്പോൾ ഇത്ര അധികം ശ്രദ്ധയോടുകൂടിയാണ് ഇസ്ലാം പേരിടുക എന്ന് പറഞ്ഞിട്ടുള്ള കർമ്മത്തെ അതൊരു സുന്നത്തായി വളരെ പ്രധാനപ്പെട്ടതായി പഠിപ്പിച്ചതാണ്. നമ്മുടെ ഒരു ഫാഷൻ അനുസരിച്ചും കോലത്തിനനുസരിച്ചും ഇടേണ്ടതല്ല എന്നർത്ഥം. എന്ന് മാത്രമല്ല, മക്കൾക്ക് വേണ്ടി മക്കളുടെ വിഷയം പഠിപ്പിച്ചപ്പോൾ ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി. വല്ലദീന യഖൂനൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആ മുത്തഖികളായ റഹ്മാനായ റബ്ബിൻ്റെ അടിമകൾ, അവർ മക്കൾക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു. പടച്ചോനെ, ഞങ്ങളുടെ ഇണതുണകളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങൾക്ക് കൺകുളിർമ തരണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ച റബ്ബേ, മുത്തഖികളുടെ ഇമാമാക്കണേ. ആരുടെ ഇമാമാണ് ആക്കേണ്ടത്? മുത്തഖികൾക്ക് മുമ്പിൽ നടക്കുന്ന ആളുകളാക്കി എൻ്റെ മക്കളെ ആക്കണമേ. മുത്തഖികൾക്ക് മുമ്പിൽ നടക്കുന്ന, സാധാരണക്കാർക്ക് പോലെയല്ല, മുത്തഖികൾക്ക് മുമ്പിൽ നടക്കുന്ന. അങ്ങനെ മുത്തഖികളുടെ മുമ്പിൽ നടക്കണ ഇമാമാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? നല്ല ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, നല്ല ദീൻ അവർക്ക് കൊടുക്കണം.
മനസ്സിലായില്ലേ? മാതാപിതാക്കളെ കടമയാണ്. ഭൗതിക വിജ്ഞാനത്തിന് പിന്നാലെ പായുമ്പോൾ ഒരു ദീനും കൊടുക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ പേരിന് എന്തെങ്കിലും കൊടുക്കുന്ന ആ അവസ്ഥ, അത് ഈ പ്രാർത്ഥിക്കുന്ന പിന്നെ എൻ്റെ അർത്ഥത്തോട് യോജിച്ച് സമരസപ്പെട്ടു പോകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളിലും നമ്മുടെ സന്താനങ്ങളിലും കുടുംബത്തിലുമെല്ലാം അല്ലാഹു കൺകുളിർമ നമുക്ക് പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലെല്ലാ ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഗസയിലുള്ള നമ്മുടെ സഹോദരന്മാർക്ക്, സഹോദരികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല അവർക്ക് ഈ ദുനിയാവിൽ നഷ്ടപ്പെട്ട ഏറ്റവും നല്ല ജീവിതം അല്ലാഹു അവർക്ക് തിരിച്ചു കൊടുക്കുകയും അവരിൽ നിന്നുള്ള ഷഹീദുമാരെ, മരണപ്പെട്ട ആളുകൾക്ക് ഷഹാദത്തിൻ്റെ പ്രതിഫലം നൽകി അല്ലാഹു അവരെ സ്വീകരിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും എല്ലാം അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ഫിർദൗസ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.